ഹായ് ഓൾ. ഓഗസ്റ്റ് മാസത്തിലെ PSC പരീക്ഷാ കലണ്ടറിനൊപ്പം LD ടൈപ്പിസ്റ്റ് വിവിധ വകുപ്പുകളിലേക്ക് കേരഫെഡും അതുപോലെ തന്നെ മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള LD ടൈപ്പിസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കേരള ബാങ്കിലേക്ക് ഉൾപ്പെടെ കേരള ബാങ്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അതുപോലെ തന്നെ മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കുമുള്ള ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കായിട്ടുള്ള ഡേറ്റ്, കോമൺ എക്സാമിനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 13-ാം തീയതിയാണ് ഈ പരീക്ഷ നടക്കുന്നത്. ഇപ്പൊ LD ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ എന്നൊക്കെ പറഞ്ഞുള്ള പരീക്ഷകളെല്ലാം ഒറ്റ സിലബസിൽ ഒരൊറ്റ പരീക്ഷയായിട്ടാണ് ഈ തസ്തികകളിലേക്ക് എല്ലാമുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ ആ പരീക്ഷ നടക്കുന്ന തീയതി ഓഗസ്റ്റ് 13-ാം തീയതിയാണ്. നിലവിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിച്ചവർക്ക്, നിശ്ചിത യോഗ്യതയുള്ള ആളുകൾ ഓൾറെഡി പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് തങ്ങളുടെ പ്രൊഫൈലിൽ ചെന്നിട്ട്, PSCയുടെ പ്രൊഫൈലിൽ ചെന്നിട്ട് 1 ഡേ രജിസ്ട്രേഷൻ വഴി പ്രൊഫൈലിൽ ചെന്നിട്ട് കൺഫർമേഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം ഇതുവരെ ഈ പരീക്ഷകൾക്ക് കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക. ജൂൺ 11 വരെ മാത്രമാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസരം. അപ്പോൾ അതുവരെ നോക്കിയിരിക്കരുത്, നേരത്തെ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. കാരണം കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ മികച്ച ഒരു അവസരമാണ്. പ്രത്യേകിച്ച് നിശ്ചിത ടൈപ്പിസ്റ്റ് യോഗ്യതയുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ ഒരു അവസരം തന്നെയാണ്. നിങ്ങൾക്ക് ഒരു കോച്ചിങ്ങിനുള്ള എല്ലാവിധമായ സാധ്യതയും I+ നൽകുകയാണ്. ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ്, അതും വളരെ ചെറിയൊരു ഫീസിൽ I+ന്റെ LD ടൈപ്പിസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്റൻസീവ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള കോഴ്സ് തന്നെയാണ്. MCQ ഡിസ്കഷൻസും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ഫുൾ ലെങ്ത് ടെസ്റ്റുകളും ടോപ്പിക് ടെസ്റ്റുകളും ഒക്കെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട, നിങ്ങൾ പഠനം ആരംഭിക്കുക. ഇനി ഒരു 70ഓളം ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ഉള്ളൂ. 70-75 ദിവസം നമ്മുടെ മുന്നിൽ കിട്ടും. പക്ഷെ അതിനുള്ളിൽ തന്നെ നിങ്ങൾ പരമാവധി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റാങ്കിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നേരത്തെയുള്ള LD ടൈപ്പിസ്റ്റ് പരീക്ഷകളുടെ അതേ സിലബസ് തന്നെയാണ്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 മാർക്കിന് ചോദിക്കും. വേർഡ് പ്രോസസ്സിംഗ്, ഇതിനകത്ത് എക്സലും പവർ പോയിന്റും വേർഡും ഒക്കെ ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടറിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് 40 മാർക്ക്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഈ ഭാഗത്തു നിന്നാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പല വർഷങ്ങൾ പല രീതിയിൽ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്കായിട്ടും അത്രയും കൂടുതൽ MCQs വർക്ക്ഔട്ട് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ടൈപ്പ് റൈറ്റിംഗിൽ നിന്ന് 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. റീജിയണൽ ലാംഗ്വേജ് നമ്മളെ സംബന്ധിച്ച് മലയാളമാണ്. മലയാളത്തിൽ നിന്ന് 20 മാർക്കുണ്ട്. ഇംഗ്ലീഷിൽ നിന്നും 20 മാർക്ക് ആണ് ഉള്ളത് ഈ പരീക്ഷയ്ക്കായിട്ട്. അപ്പൊ ഇതെല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് I+ന്റെ കോഴ്സ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും I+ന്റെ കോഴ്സ് വളരെ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്ത് തന്നെയാണെങ്കിലും പഠനം ആരംഭിക്കുക. മികച്ച ഒരു സർക്കാർ ജോലിയിലേക്ക് നിങ്ങളുടെ യാത്ര ആരംഭിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.